രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സന്ദീപ് വാര്യർ. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് കേസിലെ 4ാം പ്രതിയായ സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷ നൽകിയത്. മാനസ ചേരുകയാണ്. മാനസ, വിശദാംശങ്ങൾ. ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സൈബർ പോലീസ് കേസെടുത്തിരുന്നു. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. 5ാം പ്രതിയായ രാഹുൽ ഈശ്വർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അതേസമയം 4ാം പ്രതിയായ സന്ദീപ് വാര്യരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ അറസ്റ്റിൽ ഭയപ്പെട്ടാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം തന്നെ അജിത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ജാമ്യാപേക്ഷ നൽകുന്നത് എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ അഭിഭാഷകൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടി അഭിഭാഷക സംഘത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ രാഹുലിന്റെ അതേ അഭിഭാഷക സംഘം തന്നെയാണ് ഈ വാദവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ്. ഈ രാഹുൽ ഈശ്വറിന്റെ കേസാണെങ്കിലും അഭിഭാഷക സംഘത്തിൽ ഈ അജിത് കുമാർ തന്നെയാണ് ഈ ഹർജിയുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ ജാമ്യ അപേക്ഷ നൽകാൻ പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്.